പെണ്ണ് കാണാൻ വരുന്നു. ആ സമയത്ത് നമ്മൾ വളരെ ചിരിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആള് പുറത്തേക്ക് വരുന്നില്ല. അപ്പൊ നമ്മളല്ല കല്യാണം കഴിഞ്ഞ ഒരു 6 മാസം കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ 0 to 7 years അല്ലെങ്കിൽ 0 to 14 years നമ്മളെ കണ്ടീഷൻ ചെയ്ത ഡാറ്റാസ് ഒക്കെ പുറത്തെടുക്കും സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന്. അതായത് പേരൻസ് എങ്ങനെ നമ്മളെ വളർത്തി, സൊസൈറ്റി എങ്ങനെ കണ്ടീഷൻ ചെയ്തു, നമ്മുടെ ഹാബിറ്റ്സ് എന്താണ്, നമ്മുടെ സർക്കംസ്റ്റൻസസ് എന്തായിരുന്നു, നമ്മൾ കേട്ടത്, അറിഞ്ഞത്, എക്സ്പീരിയൻസ് ചെയ്തത്, ഇതൊക്കെ നമ്മൾ ഡംപ് ചെയ്യുന്നത് പാർട്ട്ണറുടെ അടുത്തായിരിക്കും. അത് വൈസ് വേഴ്സ. ഇപ്പൊ പാർട്ട്ണറെ ഞാൻ കുറച്ച് സ്പിരിച്വലി പറയുകയാണെങ്കിൽ, നമ്മളാണ് ആ പാർട്ട്ണറെ അട്രാക്ട് ചെയ്തെടുത്തത്. ഐദർ നാർസിസ്റ്റിക് എന്ന് പറയുന്നു. ആ നാർസിസ്റ്റിക് ആയ ഭർത്താവിനെ എനിക്ക് അട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് അട്രാക്ട് ചെയ്തെടുത്തത്. എൻ്റെ മൈൻഡിലുള്ള ഇമോഷൻസ്, എൻ്റെ മൈൻഡിലുള്ള സോൾ ഡാറ്റ, എൻ്റെ എക്സ്പീരിയൻസസ്, ഇതൊക്കെയാണ് ആ ഹസ്ബൻഡിലോട്ട് ഞാൻ എത്തിയിട്ടുണ്ടാവുക. ഇനി ഇതിൽ കുറച്ചും കൂടെ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ, എൻ്റെ ഫാദറിൻ്റെ ഏറെക്കുറെ സെയിം ക്യാരക്ടറിന്റെ ഹസ്ബൻഡിലുണ്ട്. നമ്മൾ പറയുമല്ലോ ഈ ഫ്രോയിഡ് തിയറിയിൽ നമ്മൾ പെൺകുട്ടി തിരഞ്ഞെടുക്കുന്നത് സ്വന്തം അച്ഛൻ്റെ ഛായയും ഫിഗർ, ഛായയും നേച്ചറും സ്വഭാവവും ഒക്കെ ഉള്ളവരെയൊക്കെ തന്നെ ആയിരിക്കുന്നത്.